ഡോക്ടർ ഷേർലി വാസു, ഈ പ്രതി ഇപ്പോൾ പുറത്തു ചാടി. ഇയാൾക്ക് വധശിക്ഷയാണ് ഹൈക്കോടതി വിധിച്ചിരുന്നത്. അതിനുശേഷം ഇയാൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അവിടെ നിന്നും വധശിക്ഷ മാറി ജീവപര്യന്തമായി ശിക്ഷ മാറുകയാണ്. അതിൽ ഈ മരണം സംഭവിച്ചത്, സൗമ്യയുടെ മരണം സംഭവിച്ചത് ഇയാളുടെ ആക്രമണത്തിലാണെന്ന് തെളിയിക്കാനായില്ല എന്നുള്ളതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പോൾ ഇയാൾ ഈ ഒറ്റക്കൈയും വെച്ച് മതിൽ ചാടുമ്പോൾ, സമൂഹത്തിന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പുറത്തേക്ക് ചാടുമ്പോൾ, ഇനി അത് വധശിക്ഷയിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയല്ലേ? അതിൽ വ്യക്തിപരമായ ഡോക്ടർ ഷേർലി വാസു ഇതിൽ എന്താണ് ഒരു നിലപാടെടുക്കുന്നത്? വീണ്ടും കോടതിയെ സമീപിക്കാവുന്ന ഒരു സാഹചര്യം വരികയല്ലേ? അത്തരം നിയമവശങ്ങളെ പറ്റിയിട്ട് എനിക്ക് അറിയില്ല. അയാൾ ചെയ്ത കൃത്യം വളരെ ക്രൂരമായിട്ടുള്ളതും ഇന്ത്യൻ പീനൽ കോഡ് 302 വകുപ്പിനനുസരിച്ച് ശിക്ഷാർഹമായിട്ടുള്ളതാണെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയായിരുന്നു കേരള പോലീസിനും നമ്മൾ സയന്റിഫിക് ഓഫീസേഴ്സിനും എല്ലാവർക്കും ഉള്ളത്. അപ്പൊ ഇത് കോടതിയിൽ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല. ഇതിന്റെ അപ്പീല്, സുപ്രീം കോടതിയിലുള്ള അപ്പീലിൽ വെച്ചിട്ട് ഏതോ റെയിൽവേ ഷൊർണൂർ സ്റ്റേഷൻ മാസ്റ്റർക്ക് ടോമി ദേവസ്യ അബ്ദുൾ ഷുക്കൂർ എന്ന് പറഞ്ഞ 2 പാസഞ്ചേഴ്സ് കൊടുത്ത കംപ്ലൈന്റിൽ നിന്നാണ് ഈ കേസ് തുടങ്ങുന്നത്. അവർ കൊടുത്ത കംപ്ലൈന്റില് സ്റ്റേഷൻ മാസ്റ്റർ അവരോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പം അവർ ഈ കൃത്യം കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പുറകിലത്തെ കമ്പാർട്ട്മെന്റിൽ കരച്ചിൽ കേട്ടു. അവിടേക്ക് അവർക്ക് ആ സൈഡിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അവിടെ റോഡ് എന്താ പറയുക, വാതിൽ അടഞ്ഞു നിന്ന ഒരാൾ, തല പുറത്തേക്ക് നിൽക്കുന്ന ഒരാൾ, അവർ മുഖം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ, ഒരു മധ്യവയസ്കനാണെന്ന് തോന്നുന്നു. അയാൾ ഇവരോട് പറഞ്ഞു ആ പെൺകുട്ടി ചാടി രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. പക്ഷെ അത് അവർ വിശ്വസിക്കുന്നില്ല എന്നാണ് അവരുടെ കംപ്ലൈന്റിലുള്ളത്. അവർക്ക് മറ്റേ വാതിലേക്ക് ഓടിയിട്ട് നോക്കുമ്പോൾ ഈ ഒറ്റക്കൈയുള്ള ഒരാള് ഇറങ്ങുന്നത് കണ്ടു. അയാൾ ഇവരുടെ കമ്പാർട്ട്മെന്റിൽ നേരത്തെ ഉണ്ടായിരുന്നു. അയാൾ തമിഴാണ് സംസാരിച്ചത്. ഇവരോട് കൊഞ്ചം ഇടം എന്ന് ചോദിച്ചാണ് വാതിൽ വഴി വള്ളത്തോൾ നഗറിൽ അയാൾ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്റെ ഓർമ്മയിലുള്ളത്. അപ്പൊ ഇവരുടെ കംപ്ലൈന്റില് അങ്ങനെ ഉണ്ട്. ഇയാൾ പെൺകുട്ടി ചാടി രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞു എന്നുള്ളത്. അത് മാറ്റാൻ പറ്റില്ല. അത് ഷൊർണൂർ സ്റ്റേഷൻ മാസ്റ്റർ ചോദിച്ച കടലാസാണ്. അത് സുപ്രീം കോടതിയിൽ എടുക്കുകയും അതില് ഇങ്ങനെ ഒരു ദൃക്സാക്ഷി ഉണ്ടല്ലോ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എനിക്ക് നിയമവശങ്ങൾ അറിയില്ല. പക്ഷെ ഇതൊക്കെ ഫോറൻസിക് അതിന്റെ കുറച്ച് നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അനുസരിച്ച് ആ വ്യക്തിയെ ഒരു സാക്ഷിയായിട്ട് പോലീസ് കണ്ടെത്തി പ്രോസിക്യൂഷൻ സാക്ഷിയാക്കിയ ആളെയാണ് നമ്മൾ സാക്ഷി എന്ന് പറയുന്നത്. കോമൺ പാർലൻസിൽ നമ്മൾ എല്ലാവരും ദൃക്സാക്ഷി, കണ്ടയാൾ എന്നുള്ള അർത്ഥത്തിൽ പറയുമെങ്കിലും കോടതി നിയമഭാഷയിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ട് അയാളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു സാക്ഷി ഉണ്ടെന്നും അയാൾ പെൺകുട്ടി രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞു എന്നുള്ളതുമാണ് സുപ്രീം കോടതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസിന് പോലീസ് തന്നെയാണ്, ഈ പോലീസിന്റെ രേഖകളിൽ തന്നെയാണ് ഇതുള്ളത്. പോലീസിന്റെ രേഖകൾ തന്നെ, ആ രേഖ ഉണ്ടാക്കിയത് ഷൊർണൂർ സ്റ്റേഷൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് കിട്ടിയ വിവരമാണ്. അത് ഹിയർസേ ആണ്. അതിന് നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇല്ല. പക്ഷെ സുപ്രീം കോടതി അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് സുപ്രീം കോടതിയിൽ ഈ കേസ് ഫോളോ അപ്പ് ചെയ്തവർക്ക് തന്നെ അത് പറയാൻ പറ്റുള്ളൂ. നമ്മളും സാധാരണ നാട്ടുകാരെ പോലെ തന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിലാണ്. ഡോക്ടർ ഷേർലി വാസു, ഇനിയിപ്പോ 7 വർഷം കൂടി അയാൾക്ക് തടവുള്ളൂ. 7 വർഷം കഴിഞ്ഞാൽ ഈ കൊടും ക്രിമിനൽ പുറത്തേക്കിറങ്ങും എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ലേ? ഇനി അങ്ങനെ 7 വർഷം, 14 വർഷം കഴിഞ്ഞില്ലേ? 14 വർഷം കഴിഞ്ഞ വേറെ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഈയിടെ പുറത്തിറങ്ങിയല്ലോ. അപ്പം സ്വാമി വിചാരിക്കുന്നുണ്ടാവും എന്റെ പീരീഡ് കഴിഞ്ഞു, എന്നെ ആരും പുറത്തിറക്കണില്ല എന്ന് വെച്ചിട്ടാണോ ഇതിൽ ചാടിയതെന്ന് എനിക്ക് തോന്നുന്നു. 14 വർഷമാണ് ജീവപര്യന്തം ഇവര് കിടക്കാറുള്ളത്. ഗോവിന്ദസ്വാമിയുടെ ശിക്ഷാവിധിനെ പറ്റിയിട്ട് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്ക് ഇതുവരെ ക്ലാരിറ്റി ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ജീവപര്യന്തം, അതായത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ഉള്ളിടത്തോളം കാലം അയാൾ പുറത്തു വരില്ല എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും കേരള മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെ വിശ്വസിച്ചിട്ടാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. തീർച്ചയായും വലിയ ജീവിതാന്ത്യം വരെയുള്ള ഒരു ജീവപര്യന്തം. അതെ, ഏറ്റവും ഭയപ്പാടുണ്ടാകുന്ന കുറച്ചു മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോയത്. താങ്കളുടെ കുടുംബാംഗങ്ങളടക്കം സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഈ പ്രതി ഒരു സാധാരണ ക്രിമിനലല്ല, കൊടും ക്രിമിനലാണ്. ഇയാൾ സ്ത്രീകളെ കണ്ട മാത്രയിൽ ആക്രമിക്കാൻ സാധ്യതയുള്ള ആളാണ്. ഇതൊക്കെ തന്നെയല്ലേ ഡോക്ടർ ഒരു മനസ്സിലാക്കലല്ലേ? അതെ, സത്യം. അതെ, അങ്ങനെ തന്നെയാണ്. അയാള് സാധ്യതയുണ്ട്. അയാൾക്ക് ഒരാളെ ട്രാക്ക് ചെയ്ത് പുറകിൽ പോയിട്ട് അങ്ങനെ അയാൾ പ്ലാൻ ചെയ്ത രീതിയിൽ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. മറ്റൊരാളെ പോലെ അല്ലല്ലോ. ഞാൻ
അവരുടെ ശരീരം തൊട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളല്ലേ. Debate with Smriti Parathikkad.